AICC ആസ്ഥാനത്തെ വന്ദേമാതരം വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ പരാതി. കർണാടക മംഗളൂരു ഉർവ പോലീസ് സ്റ്റേഷനിലാണ് BJP നേതാവ് വികാസ് പുറ്റൂർ പരാതി നൽകിയത്. വന്ദേമാതരത്തെ സോണിയാഗാന്ധി അവഹേളിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. ആദിൽ പാലോട് ചേരുകയാണ്. അതിലെന്താണ് വിശദാംശം? ബംഗളൂരുവിലെ കർണാടകയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. കർണാടക മംഗളൂരുവിലെ ഉർവ പോലീസ് സ്റ്റേഷനിലാണ് BJP നേതാക്കൾ സംഘമായി എത്തി പരാതി നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരെ പരാതി BJP പല ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകുമെന്ന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യ പരാതി നൽകിയിരിക്കുന്നത് മംഗളൂരു ഉർവ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് കേസ് എടുത്തിട്ടില്ല എങ്കിൽ കോടതിയെ സമീപിച്ച് നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പരാതിക്കാരനായ BJP നേതാവ് വികാസ് പുറ്റൂർ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയം വലിയ തോതിൽ ദേശീയ തലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നതാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച. രാജസ്ഥാനിലെ ഒരു പരിപാടിയിൽ അമിത്ഷാ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ സോണിയാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ഈ വന്ദേമാതരം രചിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിയോടും രാജ്യത്തെ ജനങ്ങളോടും കൈകൂപ്പി മാപ്പ് അപേക്ഷിക്കണം. എന്താണ് വന്ദേമാതരത്തോട് കാണിച്ച അവഹേളനം എന്നത് കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനം രാജ്യമാകെ കണ്ടു എന്നും സോണിയാഗാന്ധിയുള്ള വിമർശനത്തിൽ അമിത്ഷാ പറഞ്ഞു വെക്കുന്നു. ഏതായാലും വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷകാല പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കിയ നിയമമനുസരിച്ച് വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി പരിഗണിക്കുമെന്നുള്ളതാണ്. ആ കുറ്റം പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ BJP നേതാക്കളുടെ ആവശ്യം. വിനീത, ശരി, അതിൽ വിശദാംശങ്ങൾ നൽകി.